സീറ്റ് കവറിൻ്റെ സ്കിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ അത് റിപ്പയർ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് കണ്ടീഷനിൽ അങ്ങനെ ചെയ്തെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ. ആദ്യമായിട്ട് നമ്മൾ സീറ്റ് ഊരിയെടുക്കുകയാണ്. അതുപോലെ തന്നെ അടിവശത്തായിട്ട് സ്ക്രൂസ് വരുന്നുണ്ട്. അതായത് നമ്മൾ സീറ്റ് കവറിൻ്റെ സ്കിന്ന് ഗമ്മിട്ടിട്ട് ടൈറ്റ് ചെയ്തിട്ട് അവിടെ പിന്നും സ്റ്റാപ്ലർ പിന്നും അതുപോലെ തന്നെ ഈ സ്ക്രൂസിൻ്റെ ആ പ്ലാസ്റ്റിക് കേസ് വരുന്നുണ്ട്. അതിൻ്റെ ഒരു സപ്പോർട്ടിലും കൂടിയാണ് ഇത് നിൽക്കുന്നത്. ആ സ്ക്രൂസ് എല്ലാം നമ്മൾ ആദ്യമായിട്ട് ഊരി മാറ്റുക. അപ്പോൾ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ സപ്പോർട്ടിങ് ഒരു പീസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിൽ സെയിം തന്നെ വേറൊരു പീസും കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുഷ്യനും കാര്യങ്ങളൊന്നും വയ്ക്കുന്നില്ല. ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് പഴയ കുടയുടെ സ്കിൻ എടുത്തിട്ടുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് വാട്ടർ പ്രൂഫായിട്ട് സീറ്റിൻ്റെ അകത്തോട്ടു കൂടി വെള്ളം പോകുന്നതൊക്കെ നമുക്ക് നിർത്താൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ മുകളിൽ നമുക്ക് സീറ്റ് കവർ വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ സേഫ് തന്നെയാണ്. ഇതുപോലെ നമ്മൾ പഴയ കുടയുടെ സ്കിൻ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുക. അതിൻ്റെ സീറ്റ് അതിൻ്റെ സൈസിന് കണക്കായിട്ട് നമുക്ക് വെച്ച് നോക്കി കഴിഞ്ഞാൽ അഡീഷണലായിട്ട് നമുക്ക് ഉള്ളിലോട്ട് മടക്കുന്ന രീതിയിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. അതിപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ജസ്റ്റ് വെച്ച് നോക്കുക എല്ലാ ഏരിയയും കവറാവുന്നുണ്ടോ നമുക്ക്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മടക്കിയിട്ട് സ്ക്രൂ ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം ബാക്ക് പോർഷൻ, അതായത് വലിയ ആ ഒരു പ്ലാസ്റ്റിക് സപ്പോർട്ടുള്ള ആ ഒരു പോർഷൻ നമ്മൾ 2-3 സ്ക്രൂ വെച്ചിട്ട് ടൈറ്റ് ചെയ്യുക. ഇതുപോലെ നമ്മൾ വെച്ച് കൊടുക്കുക. മാക്സിമം ഉള്ളോട്ട് കയറുന്ന രീതിയിൽ. അതുപോലെ തന്നെ എല്ലാ ഡയറക്ഷനിലും നമുക്ക് ഇതുപോലെ മടക്കി വെക്കാൻ ഭാഗത്തിന് നമുക്ക് ഈ സ്കിന്ന്, കുടയുടെ സ്കിന്ന് അത്യാവശ്യമായിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഏരിയയും കവറാവുന്നുണ്ടോ എന്നുള്ള കാര്യം ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നോക്കുക. അപ്പോൾ ഇതുപോലെ പ്ലാസ്റ്റിക് സപ്പോർട്ടർ വെക്കുക. നമ്മൾ സ്ക്രൂസ് വരുന്നുണ്ട്, സ്ക്രൂസ് ടൈറ്റ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിലിപ്പോൾ ഞാൻ ഇതൊക്കെ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ പഞ്ചർ, അതായത് സൈക്കിൾ ട്യൂബിൻ്റെ പഞ്ചർ അടക്കുന്ന ആ ഒരു ലോഷൻ വെച്ചിട്ടാണ് നമ്മളിത് ബാക്കിയുള്ള പോർഷനൊക്കെ ടൈറ്റ് ചെയ്യുന്നത്. അതായത് സ്ക്രൂസ് എല്ലാ വശങ്ങളിലും വരില്ല. അപ്പോൾ അഡീഷണലായിട്ട് സൈഡിലൊക്കെ ഉള്ളത് പോർഷൻ നമുക്കിതുപോലെ ആ ഗമ്മ് വെച്ചിട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ബാക്കിലെ പോർഷൻ്റെ സ്ക്രൂസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ബാക്കിലെ പോർഷൻ ഇടുമ്പോൾ തന്നെ മാക്സിമം ഉള്ളിലോട്ട് വലിച്ചു പിടിക്കുക. അതല്ലാണ്ടെങ്കിൽ സ്കിന്നിന് ചെറിയ ചുളിവും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിലും വലിച്ചു പിടിച്ചതിന് ശേഷം സ്ക്രൂസ് ടൈറ്റ് ചെയ്യുക. സ്ക്രൂസ് കറക്റ്റ് നോക്കുക. ഇത് ചിലപ്പം സ്ക്രൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ടൈറ്റ് ആവില്ല. അപ്പോൾ നമ്മൾ ബാക്കും ഫ്രണ്ടും കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ സൈഡും കൂടി വയ്ക്കുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ തന്നെ വരും. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ സൈഡിലോട്ടുള്ളത് അതുപോലെ തന്നെ വലിച്ചു പിടിക്കുക. മാക്സിമം എല്ലാ സൈഡും ഉള്ളിലോട്ട് വലിച്ചു പിടിക്കുക. അതല്ലാണ്ടെങ്കിൽ സ്കിന്ന് നേരിയ രീതിയിൽ ചുളിവ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതും അതുപോലെ സൈഡുകളൊക്കെ വലിച്ചു പിടിച്ചതിന് ശേഷം ഫുള്ളായിട്ട് നമ്മൾ സ്ക്രൂ ചെയ്യുക. അപ്പോൾ കമ്പനി വരുന്നതിൽ സൈഡുകളൊക്കെ സ്റ്റാപ്ലർ ചെയ്തിട്ടാണ് ഉണ്ടാവുക. സ്റ്റാപ്ലർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റാപ്ലർ എക്സ്പെൻസീവാണ്. ഇപ്പോൾ നമ്മൾ ലോ കോസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാപ്ലർ ചെയ്യുന്നില്ല, നേരിയ സ്കിൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒട്ടി കിട്ടും. ഇതുപോലെ നമ്മൾ സൈക്കിളിൻ്റെ പഞ്ചർ ലോഷൻ വരുന്നുണ്ട്, പഞ്ചർ ഒട്ടിക്കാനുള്ളത്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുക, ഉള്ളിലും നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ, കുടയുടെ സ്കിന്നിൻ്റെ ഉള്ളിലും നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റിൽ കൂടുതൽ വെക്കുക. ഓൺ ദ സ്പോട്ടിൽ തന്നെ ഒട്ടിക്കാൻ പാടില്ല. രണ്ടും ഒട്ടിക്കുന്നത് ഒരു 5 മിനിറ്റ് നമ്മൾ ഹോൾഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആവണം. നന്നായിട്ട് മീൻസ് നന്നായിട്ട് ഡ്രൈ ആവണം. 5 മിനിറ്റിൽ കൂടുതൽ വെക്കാൻ വേണ്ടിയിട്ട് അത്രയും നല്ല തന്നെയാണ്. മിനിമം ഒരു 5 മിനിറ്റ് എന്നുള്ള രീതിയിൽ വെക്കുക. അതുപോലെ തന്നെ ശരിക്കും ഒട്ടുന്നതാണ് ഇത്. അപ്പോൾ നന്നായിട്ട് ഉള്ളിലോട്ട് വലിച്ചു പിടിച്ചിട്ട് അത് സ്കിന്നൊക്കെ കറക്റ്റായിട്ട് ഒട്ടിച്ച് നോക്കുക. ഇത്രയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമുക്ക് ഇപ്പോൾ ഓൾറെഡി വാട്ടർ പ്രൂഫായി കഴിഞ്ഞു. കുടയുടെ സ്കിന്നായതുകൊണ്ട് തന്നെ വാട്ടർ പ്രൂഫായിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല മോഡേണായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അഡീഷണൽ ആയിട്ടുള്ള സീറ്റ് കവർ വാങ്ങിച്ചിട്ടാൽ മതി. അപ്പോൾ ഉള്ളിലുള്ള ആ ഒരു പോർഷൻ ഏകദേശം ഒരു 80% ഒക്കെ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.